ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മെല്ലെ പാചകത്തിലേക്ക് കടന്നു. രാവിലെ ഞാൻ ഇന്നലെ രാത്രി അരി തിളപ്പിച്ച് വെച്ചില്ലായിരുന്നു. എനിക്ക് ചെറിയ തലവേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കിടന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അരി ഇട്ടു. കാരണം എനിക്ക് രാവിലെ കോളേജിൽ പോകണം, ജയേഷിന് ജോലിക്കും പോകണം, കൊച്ചിന് സ്കൂളിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ അരി ഇട്ടു. കാരണം ഇച്ചിരി വേവ് കൂടുതലുള്ള ജയ അരിയാണ്. അപ്പോൾ അത് കാരണം എഴുന്നേറ്റപ്പോൾ തന്നെ കഞ്ഞിക്കും വെള്ളം ഇട്ടു. അതുപോലെ തന്നെ അരി ഇട്ടിട്ട് ഞാൻ കാപ്പി വെച്ചു. കാപ്പി കുടിക്കാൻ ഇന്ന് അച്ഛൻ മാത്രമേ ഉള്ളൂ. ജയേഷ് രാവിലെ തന്നെ മാർക്കറ്റിൽ മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി ചേർത്തല മാർക്കറ്റിൽ പോയി. അപ്പോൾ അച്ഛന് മാത്രമുള്ള കാപ്പി വെച്ചു. അതിനുശേഷം ഞാൻ അരി കഴുകിയിട്ടു. അരി കഴുകിയിട്ടിട്ട് വേറെ മീൻ കറി അല്ലാതെ എന്താ കറി വെക്കുക എന്നൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആലോചിക്കുന്നുണ്ട്. കാരണം മീൻ കറി മാത്രമാണെങ്കിൽ കൊച്ചു കഴിക്കത്തില്ല. അപ്പോൾ വേറെ എന്താ കറി വെക്കുക എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവന് ചെറുപയർ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതും വേണ്ട. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഞാൻ സ്കൂളിൽ പുട്ട് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തെന്നാൽ ഒരു ദിവസം പുട്ട് കൊണ്ടുപോകട്ടെ. അപ്പോൾ ഇന്നൊരു ദിവസം അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ആ തലവേദന അങ്ങ് വിട്ട് മാറിയിട്ടുമില്ല. പിന്നെ ഇപ്പോഴത്തെ മഞ്ഞിൻ്റെ ആണെന്ന് തോന്നുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും നല്ല തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പനിയുടെ ഒരു ആരംഭമാണോ എന്നും അറിയത്തില്ല. ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മൂഡിലാണ് പാചകവും സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പിന്നെ പുട്ടുണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ എനിക്ക് ജയേഷാണല്ലോ തേങ്ങ ചിരണ്ടി തരുന്നത്. അപ്പോൾ ജയേഷ് മാർക്കറ്റിൽ പോയേക്കുന്നതുകൊണ്ട് എന്നാൽ ഞാൻ തന്നെ തേങ്ങ ചിരണ്ടാന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാപ്പി ഞാൻ വയ്ക്കുന്നുണ്ടെങ്കിലും പക്ഷെ എൻ്റെ മനസ്സിലൂടെ ഇതെല്ലാം ഈ സമയത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുക. പിന്നെ എങ്കിൽ ഞാൻ ഓർത്തെന്നാൽ പൊടി നനച്ച് വയ്ക്കാം എന്നും ഒക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ കാപ്പിയായി. പിന്നെ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ലേറ്റായിട്ട് എഴുന്നേറ്റെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അച്ഛൻ കപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അച്ഛൻ തന്നെ കപ്പ പൊളിച്ചു പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. ഷുഗറുണ്ട് എന്തെങ്കിലും കൂടി അച്ഛന് കപ്പ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കപ്പ വാങ്ങിക്കും. അപ്പോൾ എനിക്ക് വയ്യാതെ കിടന്നതെന്ന് അച്ഛൻ അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ രാവിലെ എഴുന്നേറ്റു. അത്രയും ജോലി കുറഞ്ഞിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ കപ്പ പൊളിച്ച് അരിഞ്ഞ് വേവിച്ച് വെച്ചു. ഇനി വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും കുഴയാക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ തോരൻ പോലെ ആക്കണമെങ്കിലോ ആക്കാമല്ലോ എന്ന് ഓർത്ത് അച്ഛൻ അത്രയും ചെയ്ത് വെച്ചു. എനിക്ക് അത്രയും ജോലി കുറഞ്ഞിരിക്കുമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ പിന്നെ ഞാനപ്പോൾ കപ്പ അച്ഛൻ പുഴുങ്ങി വെച്ചതുകൊണ്ട് തന്നെ കാപ്പിയുടെ കൂട്ടത്തിൽ എന്നാൽ 2 കഷ്ണം കപ്പയും കൂടെ കൊടുത്തേക്കാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ അച്ഛന് കാപ്പിയും രാവിലെ തന്നെ മധുരമില്ലാത്ത കാപ്പിയും 2-3 കഷ്ണം കപ്പയും കൂടെ കൊടുത്തു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പുട്ടുണ്ടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ജയേഷിന് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലോ. അഥവാ താമസിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ എല്ലാം താമസമാവും. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഞാൻ തന്നെ തേങ്ങയ്ക്ക് ചിരണ്ടി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പുട്ടിന് പൊടി നനച്ചപ്പോഴാണ് ഓർത്തത് തേങ്ങ ചിരണ്ടിയില്ലല്ലോ. പിന്നെ ഞാൻ പോയി തേങ്ങ ചിരണ്ടിയിട്ട് പുട്ടുണ്ടാക്കി. പുട്ട് ഞാൻ സാധാരണ മറ്റേ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലും വെച്ച് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ പുട്ടുകുറ്റിയിലും ഉണ്ടാക്കാറുണ്ട്, ചിരട്ടപ്പുട്ടും ഉണ്ട്. അപ്പോൾ ഈ 3 രീതിയിലാണ് പുട്ടുണ്ടാക്കുന്നത്. പക്ഷേ സമയമുള്ളപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടും പുട്ടുകുറ്റിയിലും ഉണ്ടാക്കും. സമയമില്ലാത്തപ്പോൾ ഞാൻ ഈ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാൽ പുട്ടുണ്ടാക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ആവി കയറിക്കോളും. നമ്മൾ പുട്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം. പിന്നെ അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിയാൽ മതിയല്ലോ. അതല്ല ഇപ്പോൾ നമ്മൾ പുട്ടുകുറ്റിയിലാണ് പുട്ടുണ്ടാക്കുന്നതെങ്കിൽ ഒരു പുട്ട് വെച്ചു, പിന്നെ അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇറക്കി വെച്ച് പിന്നെ അതിനകത്ത് വേറെ അടുത്തത് ഫില്ല് ചെയ്ത് പിന്നെ വെച്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും കൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഈ ഇഡ്ഡലി പാത്രത്തിനകത്ത് പുട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആ വശത്തേക്കേ നോക്കേണ്ട കാര്യമില്ല. അത് അവിടെ നിന്ന് ആവിയായി വെന്തോളും. വെന്ത് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഓഫ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ മിക്കപ്പോഴും എനിക്ക് കോളേജിൽ പോകേണ്ട ദിവസങ്ങളൊക്കെ മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ ജയേഷിന് അല്ലാതെ പുട്ടുകുറ്റിയിൽ വെച്ച് പുട്ടുണ്ടാക്കുന്നതാണ്
കൂടുതലിഷ്ടം. അപ്പോൾ ജയ്ഷ് പറയും ഇങ്ങനെ പുട്ടുണ്ടാക്കുന്നതിലും ടേസ്റ്റ് പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കുന്നതാണ്, ഇങ്ങനെ പുട്ടുണ്ടാക്കിയാൽ വലിയ ടേസ്റ്റ് ഇല്ലെന്ന് പറയും. പക്ഷേ ഞാനിപ്പോൾ ചോദിക്കും, രണ്ടും ആവിയിലല്ലേ വരുന്നത്, നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ചാൽ ആവിയിലാണ് വരുന്നത്, പുട്ടുകുറ്റിയിൽ വെച്ചാലും ആവിയിലാണ് വേകുന്നത്. ഞാൻ നോക്കും പിന്നെ എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം. ചിലരുടെ മനസ്സിലൊരു ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഇപ്പം ഇങ്ങനെ വെച്ചാലേ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊരു ധാരണ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. പക്ഷേ ഞാൻ ഉണ്ടാക്കാറില്ല എന്നല്ല, ഉണ്ടാക്കും. സമയം കിട്ടുമ്പോൾ ഇതേപോലെ ശനി ഞായർ എനിക്ക് ക്ലാസ്സില്ലാതെ കോളേജിൽ പോകണ്ടാത്ത ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാക്കും, അല്ലാതെ ഉണ്ടാക്കാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പുട്ട് ഒക്കെ റെഡിയാക്കി അടുപ്പിൽ വെച്ചപ്പോഴത്തേക്കും ജയേഷ് വന്നു മാർക്കറ്റിൽ നിന്ന്. മീനും മേടിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ ആ മീനിൻ്റെ പേര് എനിക്കറിയത്തില്ല, ഒരു കായലിലൊരു മീൻ, അതായിരുന്നു മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഞാൻ കാപ്പി ഇരിപ്പുണ്ടായിരുന്നു, നേരത്തെ തിളപ്പിച്ച് വെച്ച കാപ്പി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ചൂടാക്കി അത് കൊടുത്തു. പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇപ്പോൾ വരവ് കുറവാണ്, പക്ഷേ കായലിലെ മീനാകുമ്പോൾ ഫ്രഷാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ടേക്കും, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ജീവനോടെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റേത് കടലിലെ മീൻ നമ്മൾ എത്ര ഫ്രഷ് മീനാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചാലും ചിലപ്പോൾ അവർ ഐസ് ഇട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ തലേന്ന് രാത്രി അവർക്ക് കിട്ടിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഫ്രഷ് ആയിരിക്കത്തില്ല. അപ്പോൾ മിക്കപ്പോഴും കായലിലെ മീൻ തന്നെയാണ് വാങ്ങിക്കുന്നത്. കായലിലെ മീൻ പക്ഷേ വെട്ടിയൊക്കെ തേച്ച് കഴുകാൻ പാടാണ്. പക്ഷേ രണ്ടും മീനും മേടിക്കും, കടലിലെ മീനും മേടിക്കും, കായലിലെ മീനും മേടിക്കും. നമുക്ക് ക്ലീൻ ചെയ്യാൻ എപ്പോഴും സുഖം കടലിലെ മീൻ തന്നെയാണ്. കായലിലെ മീൻ കുറച്ച് പാടാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ, കാര്യം നമ്മൾ ചെതുമ്പലൊക്കെ കളഞ്ഞ് കല്ലിലൊക്കെ ഇട്ട് തേക്കേണ്ടി വരും കായലിലെ മീൻ കൂടുതലും. കായലിലെ മിക്ക മീനും നമ്മൾ കല്ലിലൊക്കെ ഇട്ട് തേച്ചല്ലേ എടുക്കുന്നത്. പക്ഷേ കടലിലെ മീൻ നമുക്ക് അങ്ങനെ ഇല്ലല്ലോ, നമുക്ക് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് തേച്ച് വെച്ചാൽ മതി. പിന്നെ കായലിലെ മീനാണെങ്കിലും ഞാൻ കല്ലിട്ട് തേച്ചാലും ഒരു 10-15 മിനിറ്റോളം ഉപ്പും മറ്റേ വിനാഗിരിയും കൂടെ ഒഴിച്ച് വയ്ക്കാറുണ്ട്. ഒരു 10-15 മിനിറ്റോളം നമ്മൾ കഴുകി തേച്ച് വെച്ചാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന്, എന്നാലും ഒരു നന്നായിട്ട് ക്ലീൻ ആവും, അല്ലെങ്കിൽ നന്നായിട്ട് ആ ഒരു അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകുമെന്നുള്ളൊരു എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ ക്ലീൻ ചെയ്താലും കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി വെച്ചൊരു 10 മിനിറ്റ് വയ്ക്കാറുണ്ട്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ല വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ആ സമയത്ത് ചോറ് തിളച്ചായിരുന്നു, ചോറ് തിളപ്പിച്ചപ്പോഴത്തേക്ക് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അവിടെ ഇരുന്ന് പുട്ടും വേകുന്നുണ്ട്. അപ്പോൾ ആ പുട്ട് അടുപ്പ് വെച്ചിട്ട് പിന്നെ ഞാൻ എന്തെല്ലാം ജോലി ചെയ്തു, മീൻ വെട്ടാനൊക്കെ ആയിട്ടുള്ളവിടെ എടുത്ത് വെച്ചായിരുന്നു. പിന്നെ കഞ്ഞി തിളപ്പിച്ച് ഇറക്കി വെച്ചു. ഇപ്പം ഞാൻ മീൻ വെട്ടുമ്പോഴും അതവിടെ നിന്ന് ആവി കയറിക്കൊണ്ടിരിക്കുക. ഞാൻ തീ കുറച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ മെല്ലെ അവിടെ നിന്ന് ചെറിയ ഫ്ലെയിമിൽ അവിടെ നിന്ന് ആവി കയറി പുട്ടാവുമല്ലോ. അപ്പോൾ ജയ്ഷും ഞാനും കൂടെ മീൻ വെട്ടാനായിട്ട് തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ ആ മീൻ വെട്ടാനായിട്ട് പാടാണ്. ഞാൻ പറഞ്ഞില്ലേ, ആ മീൻ ക്ലീൻ ചെയ്താലും കല്ലിലൊക്കെ ഇട്ട് തേക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തേക്കാൻ അറിയാം, എന്നാലും വലിയ വശമില്ല, അറിയാം എങ്കിൽ കൂടി നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ തേക്കുന്ന പോലെ എനിക്കറിയത്തില്ല, തേച്ചെടുക്കും, അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ മീനൊക്കെ വെട്ടി തേച്ച് കഴുകി അകത്ത് വന്നപ്പോഴത്തേക്കും പുട്ട് കറക്റ്റ് പാകത്തിനായി, ആവിയൊക്കെ വന്നു വെന്തു. പുട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സ്മെല്ല് വരുമല്ലോ, അരിപ്പൊടിയുടെയും ഒക്കെ ഒരു സ്മെല്ല് വരുമല്ലോ, ആ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പുട്ടിണക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഉപ്പിട്ടിട്ട് കുറച്ച് നല്ല ജീരകം കൂടി ഇടും. അപ്പോൾ ചിലവർക്ക് പുട്ട് കഴിച്ച് കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ, ഗ്യാസ് കയറൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ പുട്ടുണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് നല്ല ജീരകം കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ നെഞ്ചരിച്ചിൽ, പുട്ട് തിന്നിട്ടുള്ള ഗ്യാസിൻ്റെ പ്രശ്നം അതൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാനങ്ങനെ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ആ നല്ല ജീരകത്തിൻ്റെ ഈ അരിപ്പൊടിയുടെയും മണവും കൂടെ വരുമ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത്. അപ്പോൾ പിന്നെ മീൻ തേങ്ങ അരച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ മീൻ കറി വെക്കുന്നത് നമ്മൾ തേങ്ങ ചിരണ്ടും. അപ്പം മീൻ എന്തോരം ഉണ്ടോ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ, അത്രയും ക്വാണ്ടിറ്റി അല്ല എന്നാലിപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 3 മീനാണ് എടുത്തിരിക്കുന്നത്, അത്യാവശ്യം വലിയ മീൻ. അപ്പോൾ ഞാനൊരു തേങ്ങയുടെ പകുതി എടുക്കും.
അതായത് ഒരു തേങ്ങ രണ്ടായിട്ട് പൊട്ടിച്ചിട്ടുള്ള ഒരു ഭാഗം, അതിൻ്റെ മൊത്തം തേങ്ങ എടുക്കും. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ചും മഞ്ഞൾപ്പൊടി. അപ്പോൾ അത്രയും കൂടിയിട്ട് മിക്സിയിലിട്ട് അരയ്ക്കും. അരച്ചിട്ട് വെള്ളം ഒഴിച്ച് തിള വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് സവോള അല്ലെങ്കിൽ കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് ഉപ്പും ഇട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും പുളിയും കൂടെ ഇടും. എന്നിട്ട് അതിൻ്റെ കൂടെ മീനും കൂടെ ഇട്ട് പറ്റിച്ചെടുക്കും. പിന്നെ പറ്റാറാവുമ്പോഴത്തേക്കും കുറച്ച് നല്ല വെളിച്ചെണ്ണയും വേപ്പിലയും കൂടെ ഇടും. അത്രയേ ഉള്ളൂ. പിന്നെ മീൻ വറുക്കാനാണെങ്കിലും ഞാൻ ഇപ്പോൾ ധൃതി ആയതുകൊണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ചേർത്തിട്ടാണ് വറുക്കുന്നത്. പിന്നെ അത്രയൊക്കെയുള്ളൂ. ഞാൻ പിന്നെ വേഗം പോയി റെഡിയായി. ഇല്ലേ വരുന്നില്ല, ആ ബസ്സിനാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ആ ബസ്സിനൊക്കെ കയറി ഞാൻ വേഗം കോളേജിലെത്തി. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കോളേജിലേക്ക് പുറപ്പെട്ടത്. ബസ്സിലൊക്കെ കയറി എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.